നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒരു അധ്യാപകന് കിട്ടേണ്ട ഏറ്റവും വലിയ അവാർഡ് എന്താണ്? തങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നല്ല ഒരു നിലയിലെത്തി നല്ല ഒരു ജോലി സമ്പാദിച്ച് സമൂഹത്തിൽ കൊള്ളാവുന്നവനായി, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവനായി, സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായി മാറുമ്പോഴാണ് ആ അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമാനവും അതേപോലെ തന്നെ ആ അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡും. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് പല തരത്തിലുള്ള അവാർഡുകൾ ടീച്ചർമാർക്ക് കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് ടീച്ചർ, ബെസ്റ്റ് ലീഡർഷിപ്പ്, അങ്ങനെ പല രീതിയിലുള്ള അവാർഡുകൾ ടീച്ചർമാർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിലെ രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവാർഡിന് ശുപാർശ ചെയ്യുന്നത് ആ അധ്യാപകർ തന്നെയാണ്. അവർ തന്നെ ഫോം ഫില്ല് ചെയ്യുകയാണ്. തങ്ങൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഓറിയൻറ്റേഷൻ പങ്കെടുത്തിട്ടുണ്ട്. അനേക സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇങ്ങനെ അവർ സ്വയമായിട്ട് പുകഴ്ത്തി അവരെക്കുറിച്ച് അവർ തന്നെ എഴുതി അവർ തന്നെ ബൂസ്റ്റ് ചെയ്ത് എടുത്തു കൊടുക്കുന്ന ആ ഫോമിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇതിൽ രസകരമായ സംഭവം. അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന അവാർഡ് ലഭിക്കുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ അവർ ക്ലാസ് റൂമിൽ പലപ്പോഴും കയറാറില്ല, നല്ല രീതിയിൽ പഠിപ്പിക്കാറില്ല. അവർക്ക് പക്ഷേ അവാർഡുകൾ വാരി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതേപോലെ പ്രസംഗ കലയിലൊക്കെ അവർ ഭയങ്കര മിടുക്കരായിരിക്കും. പക്ഷേ ക്ലാസ് റൂമിൽ വളരെ ഫെയിലുറുമായിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ സന്ദർഭത്തിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ ഓർത്തുകൊള്ളുകയാണ്. അദ്ദേഹമായിരുന്നു ഏറ്റവും നല്ല ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. റെസ്പെക്റ്റ് ഫോർ ദ ടീച്ചർ കനോട്ട് ബി ഓർഡേഡ്, ഇറ്റ് മസ്റ്റ് ബി ഏൺഡ്. അതെന്ന് പറഞ്ഞാൽ ബഹുമാനം നമ്മളൊരിക്കലും നേടിയെടുക്കേണ്ട ഒരു എങ്ങനെ നേടിയെടുക്കേണ്ടത്, വിരട്ടി നേടിയെടുക്കേണ്ടതല്ല ബഹുമാനം എന്ന് പറയുന്നത്. അത് നമ്മളല്ലാതെ തന്നെ കുട്ടികളിൽ നിന്ന് തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നേടിയെടുക്കേണ്ട ഒരു ഒന്നാണ് ബഹുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞത്. റെസ്പെക്റ്റ് ഫോർ ദ ടീച്ചർ കനോട്ട് ബി ഓർഡേഡ്, ഇറ്റ് മസ്റ്റ് ബി ഏൺഡ്. അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്, അല്ലാതെ ഭയപ്പെടുത്തി വാങ്ങുന്നതല്ല. പലപ്പോഴും ക്ലാസ് റൂമുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചില അധ്യാപകരുടെ ക്ലാസ്സിൽ കുട്ടികൾ വളരെ സൈലൻ്റ് ആയിരിക്കും. ടീച്ചർ മാത്രം അവിടെ അല്ലെങ്കിൽ അധ്യാപകൻ മാത്രം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അധ്യാപകൻ പഠിപ്പിക്കുന്നതായിട്ട് കാണും. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും, യാതൊരു ആക്ടിവിറ്റിയും ഒന്നുമില്ല. കുട്ടികൾ അവിടെ ഭയത്തോടു കൂടി ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുത്തിയാണ്. അവരുടെ ഈ ചൂരലുണ്ട്, ചൂരലിൻ്റെ ഭയവും അതേപോലെ തന്നെ അവർ ഷൗട്ട് ചെയ്യുന്നതിൻ്റെ ആ ഭയവും ഒക്കെ കാരണം പിന്നെ ആ ഒരു ഭയത്തിലാണ് കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ഒരു ശ്വാസം അടക്കി പിടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഈവൻ ടോയ്ലറ്റിലൊന്ന് പോകണമെങ്കിൽ പോലും അവർ പറയാറില്ല. കാരണം അവർ ആ ഭയത്തിൽ അനങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ നേടിയെടുത്തതാണോ? അല്ല. ഇറ്റ് മസ്റ്റ് ബി റെസ്പെക്റ്റ് ഫോർ ദ ടീച്ചർ കനോട്ട് ബി ഓർഡേഡ്. അതാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത്. ഓർഡർ വഴി അതിലെ ഭയപ്പെടുത്തി കുട്ടികളിൽ നിന്ന് റെസ്പെക്റ്റ് നേടുകയല്ല, അല്ലാതെ തന്നെ അവരിൽ നിന്ന് ഹൃദയംഗമായി അവർ അംഗീകരിക്കുന്ന നല്ല ഒരു അധ്യാപികയാകുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. മാത്രമല്ല, ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ഇപ്പോഴൊരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇതിന് രജിസ്ട്രേഷൻ ഫീസുണ്ട്, പിന്നെ അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കുന്ന പല സംഘടനകളും ഇന്ന് നിലവിലുണ്ട്. ഈ തരുണത്തിൽ ഇങ്ങനെയുള്ള അവാർഡുകൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കൈകളിലാണോ എത്തുന്നതെന്നുള്ളതും സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അവാർഡ് ഒന്നും ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായി പഠിപ്പിക്കുകയും കുട്ടികളുടെ ഹൃദയം കവരുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ എന്ന് പറയുന്നത്. അവർക്ക് ഒരു രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലേച്ഛയോടുകൂടിയാണ് അവർ ചെയ്യുന്ന അങ്ങനൊരു ചിന്താഗതിയില്ല. അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, കുട്ടികൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ചില അധ്യാപകരും ഒക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ അധ്യാപകനോട് അല്ലെ ആ അധ്യാപികയോട് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്, ഞങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നതാണ്, ഞങ്ങളോട് അവർക്ക് ദേഷ്യമാണ്, ഞങ്ങളോട് അവർക്ക് സ്നേഹമില്ലായ്മയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവരെ കർശനമായിട്ടാണ് നിയന്ത്രിക്കുന്നത്, അവരെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ അതാണ് ടീച്ചർമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ രീതി മാറി. പണ്ട് ടീച്ചർ
ഓറിയൻറ്റഡ്, അതായത് എന്താണ്, ടീച്ചർ സെൻറ്റേഡ് ആയിട്ടുള്ള ആ രീതിയൊക്കെ മാറി. ഇന്ന് വളരെ എന്താ പറയുന്നത്, കുട്ടികളുമായിട്ട് ഇടപഴകി നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മികച്ച ഒരു അധ്യാപകൻ്റെ ലക്ഷ്യം. അവർ അതിൽ കൂടി ഹൃദയംഗമായി കുട്ടികളുടെ സ്നേഹം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.